നിത്യേന ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ഒരിടമാണ് മർക്കസ് നോൾ സിറ്റി. അതുകൊണ്ട് തന്നെ വലിയ വ്യാപാര വ്യവസായ സാധ്യതകളുമുണ്ട്. ഈ ബിസിനസ് സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിവിധ കമ്പനികളും വ്യാപാരികളും വ്യവസായികളുമെല്ലാം ഇവിടെ വരുന്നുമുണ്ട്. പലപ്പോഴും പല ദിവസങ്ങളിലും വലിയ കമ്പനികൾ അവരുടെ ഡിസ്പ്ലേ വാഹനങ്ങളും മറ്റുമൊക്കെ ഇവിടെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ ഉള്ളത് അമാന ടൊയോട്ടയുടെ വാഹനങ്ങളാണ്. ഇവർ നേരത്തെയും ഇവിടെ വന്നിട്ടുണ്ട്, വീണ്ടും വന്നിരിക്കുകയാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അമാന ടൊയോട്ടയുടെ ടീം ലീഡർ ലിജിൻ സാറ് നമ്മോടൊപ്പം ഉണ്ട്. സാർ, എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ? നമ്മൾ ഇന്നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് 2 ദിവസത്തെ ഇവൻ്റാണ്. നമ്മൾ പ്രീവിയസ് ഇയറും ഇവിടെ ഉണ്ടായിരുന്ന ഇവൻ്റ് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ്, അതും പിന്നെ ലൊക്കാലിറ്റി വൈസ് നമ്മൾ ഇൻഫോം ചെയ്യും. നമ്മൾ വെഹിക്കിൾ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോരാ കസ്റ്റമറെ. ടെസ്റ്റ് ഡ്രൈവിൻ്റെ സൗകര്യമുണ്ട്. നമുക്ക് ഈ മാസം ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട് വേരിയൻ്റ് വൈസ്. അപ്പോൾ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഈ ടച്ച് പോയിൻറ്റ് നമ്മൾ ഇട്ടത് ഇവിടെ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കോഴിക്കോടിനെയും വയനാടിനെയൊക്കെ ഒരു കണക്ട് ചെയ്യുന്ന പോയിൻ്റാണ്. എത്രത്തോളം ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്? ഏകദേശം നമുക്ക് ഇന്നിപ്പം 6 ഹവേഴ്സിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഏകദേശം ഒരു 8 എൻക്വയറീസ്, അതും ജെന്യുവിൻ കസ്റ്റമേഴ്സാണ്. ഏകദേശം ഒരു 4 ഹോട്ട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം കഴിഞ്ഞ വർഷം ഇട്ട സമയത്തും നമുക്ക് ഒരുപാട് ബിസിനസ് ഇവിടുന്ന് പ്രൊമോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എവറി ഇയർ നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യാനുള്ള കാരണം. നമ്മൾ ഏകദേശം ഒരു മിനിമം ലീഡ് വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ കൗണ്ടർ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് ഇടുന്നത്. അപ്പം നമ്മൾ രണ്ടാമത് വരാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ത്രൂ ഔട്ട് ബിസിനസ്സിലേക്ക് നല്ല രീതിയിൽ ഇവിടുന്ന് എൻക്വയറീസ് ജനറേറ്റ് ചെയ്ത് നമുക്ക് ഡീല് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഇവിടെ വരുന്ന ആളുകളാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോളോവേഴ്സിലും മറ്റുമൊക്കെ വരുന്ന ആളുകളാണോ എന്തെന്നാണുള്ളത്? ഇവിടെ വരുന്ന ആൾക്കാരും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3 കസ്റ്റമേഴ്സ് നമുക്ക് ഇവിടുന്ന് ഡീല് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കൊടുക്കുന്ന ഓഫറുകളും കാര്യമൊക്കെ പറയാം. ത്രൂ ഔട്ട് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ബ്രാൻഡിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പം അതായത് നമ്മളിപ്പം സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഹാച്ച് ബാക്ക്, കോമ്പാക്ട് SUV, MPV സെഗ്മെൻറ്റ് എല്ലാം നമുക്ക് ഇപ്പം വെഹിക്കിൾ അവൈലബിലിറ്റി ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഡീലിലേക്ക് നമുക്ക് ക്ലോസ് ചെയ്യാൻ ഓഫേഴ്സും ഉണ്ട്. ഇത്തരത്തിൽ വിവിധ കമ്പനികളാണ് അവരുടെ വാഹനങ്ങളുടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയും അതുപോലെ മറ്റുള്ള ബിസിനസ് ആവശ്യങ്ങൾക്കുമായിട്ട് നോളജ് സിറ്റിയിലെത്തുന്നത്. വാഹനങ്ങൾ മാത്രമല്ല, പലതരത്തിലുള്ള വ്യാപാരം ബിസിനസ് രംഗത്തുള്ള സാധ്യതകളും ഇവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതിൽ തന്നെ ഇത് വയനാടിൻ്റെയും കോഴിക്കോടിൻ്റെയും ഒക്കെ ഒരു കണക്റ്റിംഗ് പോയിൻ്റാണ്. അതുപോലെ ഈ ടൂറിസം മേഖലയിലേക്ക് വരുന്ന ആളുകളുണ്ട്, ഇവിടെ നോളജ് സിറ്റിയിൽ വരുന്ന ആളുകളുണ്ട്, അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രൊമോഷനിലൂടെ ഇവിടേക്ക് എത്തുന്ന ആളുകളുമുണ്ട്. ഇങ്ങനെ വിവിധ രൂപത്തിൽ ഈ ഫെസ്റ്റുകൾ മുതലാവുന്നുണ്ട് എന്നാണ് ലിബിൻ സാർ നമ്മോട് പങ്കുവെച്ചത്. ഇതുകൊണ്ട് തന്നെയാണ് വിവിധ കമ്പനികൾ ഇവിടെ സ്റ്റാളുകൾ ഒരുക്കുകയും അവർക്ക് അവരുടെ ബിസിനസ്സിൽ വലിയ സാധ്യതകൾ കണ്ടെത്താൻ സാധിച്ചിട്ടും ഉണ്ട് എന്നുള്ളതാണ് അനുഭവം.